നമുക്കറിയാം 16ാം ധനകാര്യ കമ്മീഷന്റെ വരവിൽ വലിയ പ്രതീക്ഷ കേരളത്തിനുണ്ടായിരുന്നു. വളരെ കൃത്യമായി കേരളത്തിന്റെ ആവശ്യങ്ങൾ അക്കമിട്ട് നിരത്തിക്കൊണ്ടുള്ള നിവേദനം അടക്കം സമർപ്പിക്കുന്ന ഒരു ഘട്ടത്തിലൂടെയൊക്കെയും പോയി. ഒപ്പം തന്നെ അരവിന്ദ് പനഗരിയ ഈ കമ്മീഷൻ ചെയർമാൻ ഇന്ന് പറഞ്ഞ വാക്കുകൾ വളരെ ശ്രദ്ധേയവുമായിരുന്നു. നോക്കാം ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് നടന്നത് എന്ന്. കേന്ദ്ര നികുതിയുടെ 50% സംസ്ഥാനങ്ങൾക്കായി നീക്കിവെക്കണം എന്ന് 16ാം ധനകാര്യ കമ്മീഷനോട് കേരളം ആവശ്യപ്പെട്ടു. സംസ്ഥാനത്തിന് ഉപാധിരഹിത ഗ്രാന്റുകൾ അനുവദിക്കണമെന്നും കേരളം ആവശ്യപ്പെട്ടു. കേരളം മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന സംസ്ഥാനമാണ് എന്ന് ധനകാര്യ കമ്മീഷൻ ചെയർമാൻ അരവിന്ദ് പനഗരിയ പറഞ്ഞു. ഷീജ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഞായറാഴ്ചയാണ് ധനകാര്യ കമ്മീഷൻ 16ാമത് ധനകാര്യ കമ്മീഷൻ കേരളത്തിൽ എത്തുന്നത്. കേരളത്തിൽ സന്ദർശനം നടത്തിപ്പോന്ന കമ്മീഷൻ ഇന്ന് രാവിലെയോടുകൂടി സർക്കാരുമായിട്ടുള്ള കൂടിക്കാഴ്ച, അതിനൊപ്പം തന്നെ വ്യവസായികളുമായിട്ടുള്ള കൂടിക്കാഴ്ച, അതിനു പുറമെ രാഷ്ട്രീയ കക്ഷി നേതാക്കളുമായിട്ടുള്ള കൂടിക്കാഴ്ച, ഈ രീതിയിൽ വിവിധ തലങ്ങളിലുള്ള കൂടിക്കാഴ്ചകൾ നടത്തുകയും ചെയ്തു. ഇതിൽ കേരളം മുന്നോട്ട് വെച്ച ആവശ്യം, അതായത് സംസ്ഥാനം എന്ന നിലയിൽ സർക്കാർ അവതരിപ്പിച്ച വിഷയം എന്ന് പറയുന്നത് സംസ്ഥാനത്തിന്റെ നിലവിലത്തെ ഒരു സാഹചര്യം, അതോടൊപ്പം തന്നെ കേന്ദ്രം ഏത് രീതിയിലാണ് സംസ്ഥാനത്തെ അവഗണിക്കുന്നത്, ആ ഒരു പശ്ചാത്തലത്തിൽ ഏത് രീതിയിലുള്ള നടപടികളാണ് ഇനി ഉണ്ടാകേണ്ടത് എന്നതടക്കമുള്ള കാര്യങ്ങൾ സമഗ്രമായി തന്നെ സംസ്ഥാനം 16ാം ധനകാര്യ കമ്മീഷൻ അധ്യക്ഷനായിട്ടുള്ള അരവിന്ദ് പനഗരിയയ്ക്കും മറ്റ് അംഗങ്ങൾക്കും മുന്നിൽ അവതരിപ്പിക്കുകയും ചെയ്തു. ഇതിൽ പ്രധാനമെന്ന് പറയുന്നത് പ്രകൃതി ദുരന്തങ്ങളുടെ ആഘാതം വലിയ തോതിലാണ് കേരളത്തെ ബാധിക്കുന്നത് എന്ന വിഷയം ശ്രദ്ധയിൽപ്പെടുത്തി. ഇതുമൂലം അടിയന്തര പ്രതികരണ പ്രവർത്തനങ്ങളുടെ ചെലവ് അത് കുതിച്ചുയരുന്ന സാഹചര്യമാണുള്ളത്. അതിനൊപ്പം തന്നെ സംസ്ഥാന ദുരിതാശ്വാസ നിധിയിൽ നിന്നുള്ള കേന്ദ്രവിഹിതം അത് 100% ഉയർത്തണം എന്നുള്ളൊരു ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തിന്റെ ദുരിതാശ്വാസ നിധിയിലേക്ക് പ്രത്യേക ഗ്രാന്റായി 13,922 കോടി അനുവദിക്കണം എന്നുള്ള കാര്യവും 16ാം ധനകാര്യ കമ്മീഷന് മുന്നിൽ കേരളം ആവശ്യപ്പെട്ടു. So on variety of these considerations, Kerala has asked for larger devolution of funds on both counts, local bodies as well as the disaster relief. മറ്റൊരു പ്രധാനപ്പെട്ട ആവശ്യം ഡിവിസിബിൾ പൂളിൽ നിന്നുള്ള വിഹിതം സംബന്ധിച്ചുള്ള കാര്യമാണ്. അതിൽ പ്രത്യേകമായും അതിന്റെ മാനദണ്ഡങ്ങളിൽ തന്നെ മാറ്റം വരുത്തണം എന്നുള്ളൊരു ആവശ്യമാണ് കേരളം മുന്നോട്ട് വെച്ചത്. അതിൽ കേരളം ആവശ്യപ്പെട്ടത് ഡിവിസിബിൾ പൂളിലേക്ക് കേന്ദ്രം നൽകുന്നത് നിലവിൽ 15%, അത് 32% ഉയർത്തുക എന്നുള്ളതാണ് ഒരു ആവശ്യം. അതിനൊപ്പം തന്നെ മാനദണ്ഡങ്ങളിൽ ജനസാന്ദ്രതയ്ക്കും ഭൂവിസ്തൃതിക്കും ഒപ്പം തന്നെ നഗരവൽക്കരണത്തിനും വെയിറ്റേജ് നൽകണം എന്നുള്ളൊരു ആവശ്യവും മുന്നോട്ട് വെച്ചിട്ടുണ്ട്. കേന്ദ്രം നികുതി വരുമാനം വീതം വയ്ക്കുന്നത് അത് 50% ആക്കണം എന്നുള്ള കാര്യവും കമ്മീഷൻ മുമ്പാകെ കേരളം ആവശ്യപ്പെട്ടിട്ടുണ്ട്. From 41%, which is what the 15th Finance Commission had recommended, 16th Finance Commission should increase it to 50%. Now, this is a very common kind of recommendation that we have been getting from most of the states, and also it is a state which is performing well, and therefore performance ought to be important as well. ഏതായാലും നികുതി വിഭജനത്തിലടക്കം ഉള്ള അസമത്വം അത് കേരളം ഈ യോഗത്തിൽ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. പ്രത്യേകിച്ചും സെസ്സും സർചാർജും സംബന്ധിച്ചിട്ടുള്ള വിഷയം അത് സങ്കീർണമാണ് എന്നുള്ളത് ധനകാര്യ കമ്മീഷൻ തന്നെ 16ാം ധനകാര്യ കമ്മീഷൻ തന്നെ സമ്മതിക്കുന്ന ഒരു സാഹചര്യം കൂടി ഇന്ന് ഉണ്ടായി. ഇതിന് നിർണായകമായിട്ടുള്ള നിയന്ത്രണം അത് കൊണ്ടുവരണം എന്നുള്ളൊരു ആവശ്യം കൂടിക്കാഴ്ചയിൽ കേരളം ഉയർത്തി. അതിനൊപ്പം തന്നെ നിലവിൽ സംസ്ഥാനം മുന്നോട്ട് വെച്ചിട്ടുള്ള ആവശ്യങ്ങൾ സംബന്ധിച്ച് ഒരു വിശദമായിട്ടുള്ള നിവേദനം തന്നെയാണ് നൽകിയിട്ടുണ്ടായിരുന്നത്. ഇതിനെ അനുകൂലമായ രീതിയിൽ പരിഗണിക്കും എന്നുള്ളൊരു പ്രതീക്ഷയാണ് ഈ 16ാം ധനകാര്യ കമ്മീഷന്റെ ഈ ഒരു കൂടിക്കാഴ്ചയും അതോടൊപ്പം തന്നെ കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിനുള്ളത് എന്നുള്ള കാര്യം കൂടി ധനമന്ത്രിയും കൂട്ടിച്ചേർക്കുന്നു. ഏതായാലും നിലവിലത്തെ ഒരു സാഹചര്യത്തിൽ വരും നാളുകളിൽ മറ്റ് സംസ്ഥാനങ്ങളിലെ കൂടി സന്ദർശനം പൂർത്തിയാക്കി റിപ്പോർട്ട് നൽകുമ്പോൾ അനുകൂലമായ ഒരു ഘടകം കേരളത്തിന് അനുകൂലമായ ഒരു ഘടകം ഉണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെയാണ് കേരളമുള്ളത്. ഷീജയാണ് തിരുവനന്തപുരത്ത് നിന്നും വാർത്തയുടെ സമഗ്ര വിവരങ്ങൾ നൽകിയത്.